126ാമത് മാരാമൺ കൺവെൻഷൻ്റെ മണപ്പുറത്തെ വിശേഷങ്ങളിലേക്ക് വേട്ടുവേണ്ട പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മാർത്തോമാ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 126 പരം വർഷങ്ങളിലായി എല്ലാ വർഷവും ഫെബ്രുവരി മാസം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി പമ്പാ നദിയുടെ ഓരത്ത് നദി തന്നെ രൂപപ്പെടുത്തിയെടുത്ത മണൽപ്പരപ്പിൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സുവിശേഷ സംഗമ കൂട്ടായ്മയാണ് മാരാമൺ കൺവെൻഷൻ. ആയിരത്തി 1896 ആരംഭിച്ച് 2021 എത്തി നിൽക്കുന്ന ഈ കൺവെൻഷൻ ഇതിനോടകം ലോകശ്രദ്ധ നേടി ചരിത്രത്തിൽ ഇടം നേടിയതും ജാതി മത വർഗ സഭ വ്യത്യാസം കൂടാതെ സകല മനുഷ്യരും സുവിശേഷമെന്ന ഒരു കുടക്കീഴിൽ ഒത്തുചേർന്ന് ആത്മസംതൃപ്തി അണയുന്ന വലിയ സംഗമയിടം. മാരാമൺ പരിസര ഇടവകളിലെ പല കരകളിലെ ആളുകൾ ഒന്നു ചേർന്ന് അവർ കൊണ്ടുവന്ന തെങ്ങിൻ്റെ ഓല മേഞ്ഞ് എടുത്ത പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പന്തലും ഏറെ മനോഹാരിത കൂട്ടുന്നു. പന്തലിനു ചുറ്റും നദിയുടെ ഇരുകരകളിലും കൽപ്പടവുകളിലുമായി സുവിശേഷ ശ്രോതാക്കളും വ്യത്യസ്ത കാഴ്ചാനുഭവങ്ങളാണ്. എന്നാൽ 2021 126 വർഷത്തിൽ മാരാമൺ കൺവെൻഷൻ എത്തി നിൽക്കുമ്പോൾ COVID-19 എന്ന മഹാമാരിക്ക് ഈ സുവിശേഷ പ്രഘോഷണത്തിന് ഒരു കോട്ടവും തട്ടിക്കാൻ സാധിച്ചില്ല എന്ന് ഉള്ളത് മറ്റൊരു സത്യവുമാണ്. COVID-19 പശ്ചാത്തലത്തിൽ മണൽപ്പുറത്ത് എത്താൻ സാധിക്കാത്തവർക്ക് തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഭവനങ്ങളിൽ മണപ്പുറത്തെ വചനപ്രഘോഷണം തത്സമയം ശ്രവിക്കുവാൻ മാർത്തോമാ സഭയുടെ മീഡിയ വിഭാഗം BSMCയോടൊപ്പം വേൾഡ് ടു വേൾഡ് ടെലിവിഷനും പങ്കാളിയാകാൻ സാധിച്ചതിൽ ഞങ്ങളും സന്തുഷ്ടരാണ്. ഈ വർഷത്തെ മാരാമണിലെ മറ്റൊരു പ്രത്യേകതയാണ് മാർത്തോമാ സുറിയാനി സഭയുടെ 22ാം മെത്രാപ്പൊലീത്തയും സഭയ്ക്ക് സുസ്ഥിരമായ നേതൃത്വം നൽകുന്ന റൈറ്റ് റെവറൻഡ് ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത 1949 കൊല്ലം അഷ്ടിമുടിയിൽ ജനിച്ച് 2021 ഫെബ്രുവരി 19 മാരാമൺ കൺവെൻഷൻ്റെ 6ാം ദിവസം 72ാം വയസ്സ് പൂർത്തീകരിച്ച് 73ാം വയസ്സിൽ പ്രവേശിക്കുന്ന അഭിയന്യ മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ പ്രാർത്ഥനാ നിർഭരമായ ജന്മദിന ആശംസകളോടൊപ്പം COVID-19 പശ്ചാത്തലത്തിൽ മാരാമൺ കൺവെൻഷൻ അതിൻ്റെ പ്രാധാന്യം അഭിയന്യ പിതാവിൻ്റെ വാക്കുകളിലുണ്ട്. ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ ഇത്രത്തോളം അനുഗ്രഹമായി നടന്നു കാണുന്നതിൽ ഏവരോടും ചേർന്ന് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. കോവിഡ് കാലയളവിൽ ലക്ഷങ്ങളോളം എത്തിച്ചേരുന്നതായിട്ടുള്ള ജനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുമെന്നും കൺവെൻഷൻ നടത്തുമെന്നുമൊക്കെയുള്ള ആശങ്കകൾ അനേകരുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാലും ജനങ്ങളുടെ സഹകരണത്താലും നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ ഓരോ ദിവസവും ഓരോ യോഗത്തിലും 200 അംഗങ്ങൾ സംബന്ധിക്കുന്നതായിട്ടുള്ള മീറ്റിങ്ങുകൾ അനുഗ്രഹപ്രദമായി നടക്കുന്നതിനിടയായിട്ട് തീർന്നു. ഇവിടെ കേട്ടതായിട്ടുള്ള ദൈവവചനമെല്ലാം തന്നെ വളരെ പ്രസക്തവും കാലിക പ്രാധാന്യമുള്ളതും ജനങ്ങൾക്കെല്ലാം അനുഗ്രഹപ്രദമായിട്ടുള്ള
ദൈവവചന ഘോഷണമായിരുന്നു. തുടർന്നുള്ള മീറ്റിങ്ങുകളും അനുഗ്രഹപ്രദമായി തീരുവാനിടയാകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ മാരാമൻ കൺവെൻഷനെ ഓർത്ത് സന്തോഷിക്കുന്നതോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ഇത് ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ചതായിട്ടുള്ള എല്ലാ ചാനലുകളെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ദൈവനാമം മഹത്വപ്പെടുത്തി. കൺവെൻഷൻ ഇന്നിൻ്റെ വെല്ലുവിളികളും അതിൻ്റെ തരണം ചെയ്ത മുന്നോട്ട് പോകുന്ന അതിൻ്റെ പ്രാധാന്യവും മാർത്തോമാ സഭയിലെ എപ്പിസ്കോപ്പമാരുടെ വാക്കുകളിലൂടെ. കോവിഡ് ഒരു പ്രതിസന്ധി എന്ന് എല്ലാവരും പറയുന്നു. എന്നാൽ കോവിഡിന് ചില പ്രത്യേക സാധ്യതകളൊക്കെ ഉണ്ട്. ആ സാധ്യതയാണ് നിങ്ങളിപ്പോൾ ഈ കൺവെൻഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻകാലങ്ങളിൽ പ്രസംഗം കേൾക്കണമെങ്കിൽ യാത്ര ചെയ്ത് പന്തലിൽ വരണമായിരുന്നു. അന്നും ചില റെക്കോർഡൊക്കെ ചെയ്ത് പിന്നീട് കേൾക്കുന്നതിന് അവസരമുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം തികച്ചും വ്യത്യസ്തമാണ്. മാരാമൺ മണപ്പുറത്ത് വരുന്നത് പോലെ തന്നെ അതാത് ഭവനങ്ങളിൽ അതാത് രാജ്യങ്ങളിൽ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് തക്ക സമയത്ത് തന്നെ തത്സമയം ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നതിന്, ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്, ഈ കൺവെൻഷൻ്റെ ഒരു ഫീല് ലഭിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നുണ്ട്. അവണ്ണം നല്ല ശുശ്രൂഷ ചെയ്യുന്ന വേർഡ് ടു വേൾഡ് എന്ന ഈ ടെലിവിഷൻ ചാനലിനും എല്ലാ മംഗളങ്ങളും നേരുന്നു. നിങ്ങൾ ദൈനംദിനമെന്നോണം തത്സമയം പ്രക്ഷേപണം ചെയ്യുന്ന ഈ യോഗങ്ങളെല്ലാം തന്നെ ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാണ്. ആ നിലയിലുള്ള ശുശ്രൂഷകൾ തുടരുന്നതിനും അതിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നതിനും കൂടുതൽ കൂടുതൽ അവസരമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാ മംഗളങ്ങളും. പരിമിതികൾക്കുള്ളിൽ തന്നെ അനേകം ആളുകൾക്ക്, ഫിസിക്കലി പ്രസൻ്റ് ആയിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നതിൽ കൂടുതലായിട്ട് ദൈവവചനം ശ്രവിക്കുവാനായിട്ട് മാധ്യമ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ സാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. വേർഡ് ടു വേൾഡ് മീഡിയയിലൂടെ ഈ പ്രകാരമുള്ള സംവേദനങ്ങളൊക്കെ നടക്കുന്നല്ലോ. ആ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇത് ലെൻഡ് സീസൺ ആയിരിക്കുമ്പോൾ ക്രൂശിൻ്റെ ധ്യാനം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടുന്നതായിട്ടുള്ള വിഷയമാണ്. ക്രൂശ് നമ്മുടെ സാധാരണ കാര്യങ്ങളെ അസാധാരണമാക്കി തീർക്കുന്ന ദൈവിക കൃപയുടെ അനുഭവമാണ് നമുക്ക് നൽകുന്നത്. ആ ക്രൂശിൻ്റെ പാതയിൽ ചരിച്ച് അർത്ഥവത്തായിട്ടുള്ള ക്രിസ്തീയ സാക്ഷ്യത്തിനായി, പ്രത്യേകിച്ച് ഈ കോവിഡ് എന്ന മഹാമാരിയുടെ സമയത്തും ഏറ്റവും കുദാശ സാന്നിധ്യമായിട്ട് നമ്മുടെ സാന്നിധ്യം, സഭയുടെ സാന്നിധ്യം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ദൈവം അവരെ ആശീർവദിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. 126 മാരാമൺ കൺവെൻഷൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഈ കൺവെൻഷനുണ്ട്. എന്നാൽ പരിമിതി ഒരിക്കലും ഒരു ദുരന്ത കാരണമല്ല, അത് വലിയ അനന്ത സാധ്യതകളാണ്. വേദപുസ്തകത്തിൽ തന്നെ സർവശക്തനായ ദൈവം, സർവ്വവ്യാപിയായ ദൈവം പരിമിതിപ്പെട്ടു മനുഷ്യനായി. അപ്പോഴാണ് ലോകത്തിന് രക്ഷയുണ്ടായത്. അപ്പോൾ 200 പേർക്ക് മാത്രമേ ഇപ്പോൾ കൺവെൻഷനിൽ സംബന്ധിക്കാൻ ഒക്കുകയുള്ളൂ. എന്നാൽ ലോകമാകെ ഇപ്പോൾ 1,20,000 ആളുകളോളം കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പരിമിതി ഉണ്ടായപ്പോൾ അത് വിശാലമായ ലോകത്തിലേക്ക് തുറന്നു. എല്ലാവർക്കും അനുഗ്രഹമാണ്. ദൈവം ഓരോ മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതാണ്: നമ്മൾ പരിമിതിയുള്ളവരാണ്, പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ അനന്തമായ അനുഗ്രഹം ലോകത്തിന് നൽകുവാനാണ് ഓരോ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരു വലിയ സന്ദേശമാണ് ഈ വചനകൂടാരത്തിലൂടെ ഈ വർഷം നൽകപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിൽ കോവിഡ് അനുഗ്രഹമായിട്ടിപ്പോൾ മാറിയിരിക്കുന്നു. എന്നാൽ കോവിഡ് എന്നുള്ള ഈ മഹാവ്യാധി പരിപൂർണമായും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. അതിന് സഹായകരമായ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യത്യാസങ്ങളുണ്ടാകണം. അത് പ്രധാനമായി ദൈവബോധത്തിൽ, പരസ്പര മനുഷ്യ സഹകരണത്തിൽ, പ്രകൃതിയോടുള്ള ബന്ധത്തിൽ, കൂട്ടായിട്ടുള്ള ദൈവിക യജ്ഞത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. അതിന് ഈ വർഷത്തെ കൺവെൻഷൻ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട്. ഭാവിയിൽ അത് വലിയ അനുഗ്രഹമായി തീരും. സുവിശേഷത്തിൻ്റെ ആ നല്ല വാർത്ത കൂടുതൽ ഫലകരമായി തീരും എന്നുള്ളതിനും സംശയമില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. 200 പേർക്ക് മാത്രമേ കൺവെൻഷനിൽ സംബന്ധിക്കാൻ കഴിയുന്നുള്ളൂ എങ്കിലും അത്യാധുനികമായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർക്ക് കാണത്തക്കവണ്ണം ഓൺലൈനിലൂടെ ഇത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. പ്രത്യേകിച്ച് വേർഡ് ടു വേൾഡിൻ്റെ ചാനലുകളൊക്കെ ഇവിടെയുള്ള
തത്സമയ പ്രക്ഷേപണമൊക്കെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഈ പകർച്ചവ്യാധിയുടെ വ്യാപനം ആകമാനമുള്ള ജനങ്ങളെ വളരെയധികം സംഘർഷത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും ഒക്കെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ അവയുടെ മധ്യത്തിലും കൈവിടാത്തൊരു ദൈവമുണ്ടെന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് എല്ലാവർക്കും ബലം നൽകുന്നത്. അതിജീവന മാർഗം ദൈവം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഒരു കാര്യത്തും ഭയപ്പെടേണ്ട, ദൈവത്തിൽ വിശ്വസിപ്പീൻ, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും, നരളിവനാട് കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രതിസന്ധികൾ കർത്താവിനെ മുറിവ് പിടിക്കുവാൻ മാരാമൺ കൺവെൻഷൻ്റെ യോഗങ്ങൾ സഹായകരമായി തീരുമെന്നുള്ള യാതൊരു സംശയമില്ല. ഫ്രം ദി വേർഡ് ടു ദ വേൾഡ് എന്ന് പറയാറുണ്ട്. വചനത്തിൽ നിന്ന് ലോകത്തിലേക്ക്. വചനമാണ് ലോകത്തിൽ അനുഗ്രഹകരമായ ജീവിതം നയിക്കാൻ നമുക്ക് ശക്തി നൽകുന്നത്. അതുകൊണ്ട് വചനത്തിൻ്റെ കാലോചിതമായ വ്യാഖ്യാനം മാരാമൺ കൺവെൻഷനിലൂടെ എല്ലാ വർഷവും ആളുകൾ കാതോർത്തിരിക്കുകയാണ്. പ്രഗത്ഭരായ പ്രശസ്തരായ ദൈവദാസന്മാർ വന്ന് ദൈവവചനത്തെ കാലോചിതമായി വ്യാഖ്യാനിച്ച് സമകാലികമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി അത് നൽകുന്നത് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദിശാബോധം നൽകുവാൻ സഹായകരമായി തീരുന്നുണ്ട്. വേൾഡ് ടു വേൾഡിൻ്റെ ആഭിമുഖ്യത്തിൽ ഇപ്രകാരമൊക്കെ കൺവെൻഷൻ നല്ല കവറേജ് കൊടുക്കുന്നു എന്നുള്ളതിലും എനിക്ക് വളരെ വ്യക്തിപരമായ സന്തോഷമുണ്ട്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രത്യേകമായി ശ്ലാഘിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. COVID-19 ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മാനസിക സംഘർഷങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന വിശ്വാസ സമൂഹത്തിന് ഈ കൺവെൻഷൻ പ്രത്യാശയുടെയും ശക്തീകരണത്തിൻ്റെയും പ്രതീക്ഷയുടെയും അനുഗ്രഹീതമായ നിമിഷങ്ങളായി തീരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിന്ന് കേൾക്കുന്ന ദൈവവചനം അത് വിശ്വാസ സമൂഹത്തെ തുടർന്നുള്ള ജീവിതയാത്രയിൽ പുത്തൻ കൃപകൾ അനുഭവിപ്പാൻ തക്കവണ്ണം സാധ്യമാകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് വേർഡ് ടു വേർഡ് എന്ന ഈ ചാനൽ അത് ഏറ്റവും അനുഗ്രഹീതമായി ദൈവവചന പ്രഘോഷണത്തിൽ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കുന്നതിലുള്ള സന്തോഷവും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ജനലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ടിരുന്ന കൺവെൻഷൻ 200 പേരിലേക്ക് ചുരുങ്ങുവാനുണ്ടായ കാരണം കോവിഡ് പ്രോട്ടോക്കോളാണ്. ഇപ്പോൾ 200 കസേരകൾ മാത്രമാണ് അത് അധ്യക്ഷവേദി ഉൾപ്പെടെ പന്തലിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലുള്ള ആളുകളെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ. മാത്രമല്ല അവിടെ കയറുന്നതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ, തെർമൽ സ്കാനിങ്ങും അതുപോലെ തന്നെ ഹാൻഡ് സാനിറ്റൈസേഷനും പേരും ഫോൺ നമ്പറും രജിസ്റ്റർ ചെയ്യുന്ന ആ പ്രക്രിയ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരെയും പന്തലിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ സംഘാടകർക്ക് എങ്ങനെ ആളുകളെ നിയന്ത്രിക്കും എന്നുള്ള ഒരു വലിയ ഭാരം മനസ്സിലുണ്ടായിരുന്നു. ജനങ്ങൾ അത് വ്യക്തതയോടെ മനസ്സിലാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും TV ചാനലുകളിലൂടെയും കൺവെൻഷൻ പൂർണ്ണമായും ടെലികാസ്റ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് കഴിഞ്ഞു. അത് ഇത്രത്തോളം വിജയകരമായിട്ട് നടപ്പിലാക്കുവാനും സാധിച്ചു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹകരമായി കൺവെൻഷൻ നടക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ വലിയ കൃപയുണ്ടാകുന്നു. മീഡിയയും അതുപോലെ സകല ജനങ്ങളും കേരള ഗവൺമെൻറ്റും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതും സന്തോഷത്തോടുകൂടെ ഓർക്കുന്നു. വചനപ്രഘോഷണത്തോടൊപ്പം ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്ന സഭയുടെ സംഗീത വിഭാഗം BSMC ഗായക സംഘവും അതിന് നേതൃത്വം നൽകുന്ന ആശിഷ് അച്ഛനും നമ്മളോടൊപ്പം പങ്കുചേരുന്നു. ആശ്വാസമൊഴികൾ തന്ന നീയൻ ചാരെ വന്ന ആശ്വാസമൊഴികൾ തന്ന എൻ ഖിന്നത മാറിയിടുമേ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ, ഈ വ്യാധികൾ നീങ്ങിടുവാൻ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ,
ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ആശിപ്പാനില്ലാതെ ഉലഞ്ഞിടുമ്പോൾ, ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ, ആശിപ്പാനില്ലാതെ ഉലഞ്ഞിടുമ്പോൾ, വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടണേ, എൻ്റെ വേദന പങ്കിടണേ. വാതിൽക്കൽ വന്നിങ്ങു മുട്ടിയിടണേ, എൻ്റെ വേദന പങ്കിടണേ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ, ഈ വ്യാധികൾ നീങ്ങിടുവാൻ. ഒരു വാക്കുമതി എൻ്റെ യേശുവേ, എൻ വേദന നീങ്ങിടുവാൻ. ദൈവകൃപയാൽ ഈ വർഷവും 126ാമത് മാരാമൺ കൺവെൻഷനിലും DSMCയുടെ നേതൃത്വത്തിലുള്ളതായ ഗായക സംഘങ്ങൾ ചേർന്ന് പുതിയ ഗാനങ്ങളും പഴയ ഗാനങ്ങളുമൊക്കെ ചേർന്ന് പാടുവാനായിട്ട് അവസരം ലഭിച്ചത് ഈ സമയത്ത് ഓർക്കുന്നു. മാരാമൺ കൺവെൻഷനിലെ ഒരു പ്രധാന ഘടകമാണ് മാരാമൺ കൺവെൻഷൻ ഗായക സംഘങ്ങൾ. സാധാരണ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ 101 പേരടങ്ങുന്നതായ ഒരു ഗായക സംഘമാണ് ഗാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷം കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് ഇവിടെയുള്ളതായ കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ പ്രകാരം 12 പേരടങ്ങുന്നതായ ഒരു ഗായക സംഘമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അവരാണ് എല്ലാ ദിവസങ്ങളിലും പാടുവാനായിട്ട് ശ്രമിക്കുന്നത്. അനുഗ്രഹീതമായ ഒരു ഗാന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കോണം അവരിലൂടെ സാധ്യമാകുന്നു. ഈ പ്രാവശ്യം 10 പുതിയ പാട്ടുകളാണ് തിരഞ്ഞെടുത്ത് പാടുവാനായിട്ട് പഠിപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുള്ളത്. മനോഹരങ്ങളായ ഗാനങ്ങൾ അത്തരത്തിൽ സെലക്ട് ചെയ്യുവാനും പാടുവാനും പ്രത്യേകിച്ച് വിശ്വാസ സമൂഹം ചേർന്ന് പാടുവാനായിട്ട് അവസരം ലഭിക്കുന്നു. ഇവിടെ നിന്ന് കേൾക്കുന്നതായ ഗാനങ്ങളിലൂടെ വിശ്വാസികൾക്ക് ആശ്വാസവും സമാധാനവും അനുഗ്രഹവും ഒക്കെ ലഭ്യമാകുന്നുവെന്ന് അവരുടെ വാക്കുകളിലൂടെ ഒക്കെ കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്രകാരം ഗായക സംഘങ്ങളോട് ചേർന്ന് അല്പസമയം വേർഡ് ടു വേർഡുമായിട്ട് സമയം ചെലവഴിക്കുവാനായിട്ട് അവസരം ലഭിച്ചു. പ്രത്യേകമായിട്ടുള്ളതായ എല്ലാ ആശംസകളും നേരുന്നു. തുടർന്നുള്ളതായ നാളുകളിലും ദൈവഹിതത്തോടുകൂടെ ദൈവകൃപയോടുകൂടെ ഓരോ പ്രവർത്തനങ്ങളും വിശ്വാസികൾക്ക് പ്രചോദനമാകുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനായിട്ട് നിങ്ങളിലൂടെയും ഇടയാകുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തു. ഈ മണപ്പുറത്തെ പന്തലിന് സമീപം സഭയുടെ വിവിധ ആതുര സുവിശേഷ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെയും സ്റ്റാളുകളും നമുക്ക് കാണുവാൻ സാധിക്കും. മാർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം 1924 എബ്രഹാം മാർത്തോമ മെത്രാപ്പൊലീത്തായാൽ സ്ഥാപിതമാണ്. ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ എന്നുള്ള വലിയ ദർശനം പങ്കുവച്ച തിരുമേനി എല്ലാവരും സുവിശേഷ വേലയിൽ തൽപരരായിരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിച്ചു. സംഘത്തിൻ്റെ ഒരു പ്രത്യേക പരിപാടി മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് ആളാമ്പ്രതി സുവിശേഷ വേല, ഒറ്റയ്ക്കിരിക്കുന്നവരെ ഏകാന്തതയിലിരിക്കുന്നവരെയൊക്കെ ഈ പന്തലിൽ ചെന്ന് കണ്ട് അവരുടെ സങ്കടവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ഒരു വിശ്വാസത്തിൽ ധൈര്യത്തിൽ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് സംഘം ചെയ്യുന്നത്. പ്രത്യേകിച്ച് മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ച് CSSM കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ ഹൃദ്യമായ നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ്. കഴിഞ്ഞ വർഷം വരെ കുഞ്ഞുങ്ങളുടെ പ്രഭാതത്തിലുള്ള കൂടിവരവുകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് CSSM ആണ്. തിങ്കൾ മുതൽ ശനി വരെയുള്ള രാവിലെ 7:30 മുതൽ 8:30 വരെയുള്ള കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് CSSM കുടുംബമാണ്. ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സംഗതമായ ഒരു ശുശ്രൂഷയാണ് സഭയുടെ വിവിധങ്ങളായുള്ള മന്ദിരങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നത്. സമൂഹത്തിലെ അശരണരും ആലംബഹീനരുമായ പ്രായധിക്യത്തിലുള്ള മാതാപിതാക്കളെ കരുതുകയും അവരുടെ ശുശ്രൂഷയും നിർവഹിക്കുന്ന വിവിധങ്ങളായുള്ള പ്രസ്ഥാനങ്ങളാണ് മന്ദിരം. മാർത്തോമ സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിലെ 2 മന്ദിരങ്ങളും ഭദ്രാസനങ്ങളെയും കേരളത്തിന് വെളിയിലുള്ള മന്ദിരങ്ങൾ ഉൾപ്പെടെ 13 മന്ദിരങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മന്ദിര ഫെലോഷിപ്പ്. ഈ കോവിഡ് പശ്ചാത്തലത്തിലും വെല്ലുവിളിയുടെ നടുവിൽ
വളരെ പ്രസസങ്കീർണമായ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കളായ ഈ അശ്രദ്ധരായ ആളുകളെ കരുതുവാനും ശുശ്രൂഷിപ്പാനും മന്ദിര ഫെലോഷിപ്പിലൂടെ ഈ 13 മന്ദിരങ്ങൾക്കും സർവീസിനായ ദൈവം അവസരം നൽകുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലങ്ങളിൽ ഈ കോവിഡ് സാഹചര്യങ്ങളുണ്ട് എങ്കിലും സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്യാമ്പുകളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി തീരുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് ചെറിയാൻ അച്ഛനും അതുപോലെ പ്രസിഡൻ്റായിരിക്കുന്ന ബർണബാസ് തിരുമേനിയും ഒക്കെ ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൈത്താങ്ങലുകൾ നൽകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. മാർത്തോമാ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നവതിയുടെ ഭാഗമായി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനമാണ് ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി. തെരുവിൽ അലയുന്നതായ കുട്ടികളെ പാർപ്പിച്ചുകൊണ്ട് അവരുടെ തുടർ പഠനത്തിന് ആവശ്യമായ ക്രമീകരണം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. സുവിശേഷം കേൾക്കാൻ അവസരം ലഭിക്കാത്ത കുഞ്ഞുങ്ങളെ അവരായിരിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവരെ സുവിശേഷവുമായി സന്ധിക്കുക എന്ന ലക്ഷ്യമാണ് ചൈൽഡ് ലൈൻസ് ഫെലോഷിപ്പിനുള്ളത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ ഓഫീസും പ്രവർത്തകരും ഇപ്പോഴുണ്ട്. CF അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് നടക്കുന്നത്. മദ്യാസക്തരായ ആളുകളുടെ സൗഖ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അനുഗ്രഹ ലഹരി വിമോചന കേന്ദ്രം അടൂരുള്ളത്. കഴിഞ്ഞ 6 വർഷമായിട്ട് അടൂരിൽ പ്രവർത്തിക്കുവാൻ സാധിച്ചു. 240ഓളം ആളുകളെ ചികിത്സിക്കുവാൻ തക്കണം ഈ ഒരു സ്ഥാപനത്തിലൂടെ സാധ്യമായി തീർന്നു. കൺവെൻഷനോടനുബന്ധിച്ച് എല്ലാ വർഷവും ചെറുകോൽപ്പുഴയിലുള്ള ഹോളിസ്റ്റിക് സെൻ്ററിൻ്റെ സ്റ്റോൾ പ്രവർത്തിക്കുന്ന പതിവുണ്ട്. ഈ വർഷവും ഈ സ്റ്റോൾ നമുക്ക് ലഭിച്ചു. ഹോളിസ്റ്റിക് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾ 4 വിധത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അരൂർ സ്വദേശികളായ യൂഹാനോൻ മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെയും മാത്യൂസ് മാർ അഥനേഷ്യസ് തിരുമേനിയുടെയും സ്മരണ നിലനിർത്തുന്ന ഹോളിസ്റ്റിക് സെൻ്റർ ഒരു ദേശത്തിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വാർദ്ധക്യത്തിലെത്തിയ ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കുടിവരവാണ് പുഴയോരം പകൽ വീട്. കോവിഡ് പ്രോട്ടോകോൾ മാനദണ്ഡങ്ങൾ പന്തലിനുള്ളിൽ കൃത്യമായി പാലിക്കുന്നതിന് സഭയിലെ യുവതി യുവാക്കൾ കർമ്മനിരതരായി പ്രവർത്തിക്കുന്നു. കോവിഡ് കാലത്ത് ഇങ്ങനെ മാരമൺ നടത്താൻ പറ്റിയത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നമുക്ക് പ്രോട്ടോകോൾ എല്ലാം പാലിച്ച് തന്നെയാണ് മാരമൺ കൺവെൻഷൻ നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വേൾഡ് ടു വേൾഡ് ചാനൽ ഈ മാരമൺ സമയത്ത് നമുക്ക് ലൈവ് ഇവിടുന്ന് വരുന്നുണ്ട്. അപ്പം വേൾഡ് ടു വേൾഡ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. മാർത്തോമാ യുവജന സഖ്യം വിവിധ തരത്തിലുള്ളതായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാരാമൺ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന വിശ്വാസ സമൂഹത്തിന് അത് പാലിക്കുന്നതിനും അവരുടെ പേരുകൾ രേഖപ്പെടുത്തി അവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഒക്കെ നേതൃത്വം നൽകുന്നത് ഓരോ ദിവസവും ഓരോ ഭദ്രാസനത്തിലെ യുവജനങ്ങളാണ്. മണൽപ്പുറം ശുചിയായി സൂക്ഷിക്കുന്നതിന് ക്ലീൻ മാരാമൺ എന്ന പേരിൽ പ്രത്യേകമായ പരിപാടി മാർത്തോമാ യുവജന സഖ്യം ഈ വർഷവും സംഘടിപ്പിക്കുന്നു. അതുകൂടാതെ മാർത്തോമാ സഭയുടെ ബുക്ക് ഡിപ്പോ ഏറ്റെടുത്ത് നടത്തുന്നത് മാർത്തോമാ യുവജന സഖ്യമാണ്. ഇത്തരത്തിൽ മാർത്തോമാ യുവജന സഖ്യം മാരാമൺ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ നടത്തിപ്പിന് വേണ്ടതായിട്ടുള്ള കൈത്താങ്ങൽ നൽകുന്നു. വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ ചാനലും ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ മാരാമൺ കൺവെൻഷൻ എല്ലാവർക്കും ശ്രവിക്കുവാൻ തക്കവണ്ണം അതിൽ പങ്കുചേരുവാൻ കഴിയാത്തവർക്ക് അവസരം ലഭിക്കത്തക്കവണ്ണം അതിൻ്റെ ലൈവ് ടെലികാസ്റ്റ് നടത്തുന്നു. അത്തരത്തിൽ ഈ കൺവെൻഷനെ സഹായിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം സഭയ്ക്കുണ്ട്, യുവജന സഖ്യത്തിനുണ്ട്, എൻ്റെ പ്രവർത്തകർക്കുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. കുമ്പനാട് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റോളിലാണ് വേർഡ് ടു വേർഡ് ടെലിവിഷൻ്റെ ടീം ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഈ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർക്ക് ശാരീരിക അസ്വസ്ഥതകൾ എന്തെങ്കിലും നേരിടുന്ന പക്ഷം ഈ സ്റ്റോളിൽ കടന്നു വരുന്നവർക്ക് ബേസിക്കായിട്ട് അവർക്ക് വേണ്ടിയ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഡോക്ടർമാരും നേഴ്സുമാരും അടങ്ങുന്ന ഒരു സംഘം ഇവിടെ നൽകുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള കൂടുതൽ അസ്വസ്ഥതകളുള്ളവരെ
ഇവിടെ നിന്ന് ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് വാഹന സൗകര്യമുണ്ട്. പ്രത്യേകമായി ആംബുലൻസ് സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേട്ടുവേ ടീമിൻ്റെ പ്രത്യേക ആശംസകൾ നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. ഈ വർഷത്തെ മണപ്പുറത്തെ കൺവെൻഷൻ ചിട്ടയോടുകൂടി ഭംഗിയായി നടത്തുന്നതിന് നേതൃത്വം നൽകിയ സഭയുടെ മെത്രാപ്പൊലീത്ത തിരുമേനി, എപ്പിസ്കോപ്പമാർ, അച്ഛന്മാർ, സഭയിലെ വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, എല്ലാ സംഘടനകളെയും അഭിനന്ദിക്കുന്നു. മാരാമൺ മണൽപ്പുറം എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും, മാർത്തോമാ സഭയിലെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തുടുപ്പാണ്. ദൈവം തമ്പുരാൻ വലിയ കരുണ കാണിച്ച് ഈ വർഷവും ചെറുതായിട്ടാണെങ്കിലും നടത്തുവാനായിട്ട് ഇടയായി. എല്ലാ ദിവസവും ഏതാണ്ട് 1,00,000-ലധികം ആളുകൾ വന്ന് സന്ദർശിക്കുന്ന ഈ കൺവെൻഷൻ, വചനം കേൾക്കുന്ന ഈ കൺവെൻഷൻ ഈ വർഷത്തിൽ 200 പേർക്ക് മാത്രമായിട്ടത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എല്ലാ വർഷത്തെയുംക്കാൾ അധികം ആളുകൾ ഈ വർഷം വിവിധ മാധ്യമങ്ങളിലൂടെ ദൈവവചനം ശ്രവിക്കുന്നു എന്നുള്ളത് ഈ വർഷത്തെ കൺവെൻഷൻ്റെ പ്രത്യേകതയുമാണ്. എല്ലാ വ്യത്യാസങ്ങളെയും മറികടക്കുന്ന ഒരു പൊതു ഇടമാണിത്. ഇവിടെ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു വലിയ കുടക്കീഴിൽ എല്ലാവരും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയ അനുഭവമാണ്. അത് ഈ ഒരു കാലഘട്ടത്തിൽ നിശ്ചയമായും ഇങ്ങനെയുള്ള ഇടങ്ങൾ കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇടം ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും നമ്മുടെ ജീവിതക്രമത്തിൻ്റെ മൂല്യത്തിനും മുഖാന്തരമായി തീരുന്നു എന്നുള്ളതാണ് ഈ കൺവെൻഷൻ്റെ പ്രസക്തി, ഇതിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം പൊതു ഇടത്ത് പ്ലേസ് ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന, ദൈവത്തെ കണ്ടുമുട്ടുന്ന ഇടമാണ് മാരാമൺ കൺവെൻഷൻ. എല്ലാ കാഴ്ചകൾക്കും ശേഷം ഞങ്ങൾക്ക് നൽകിയ എല്ലാ സ്നേഹ ആദരവുകൾക്കും സ്വീകാര്യതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മടങ്ങുന്നു. 2021 മാരാമൺ കൺവെൻഷനിൽ ലഭിച്ച ആത്മശക്തിയോടുകൂടി വീണ്ടും 2022 സുവിശേഷ യോഗത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ. മണപ്പുറത്തെ വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയായി. വീണ്ടും അടുത്ത വർഷം കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടി വേട്ടുവേ ടെലിവിഷൻ ക്രൂവിന് വേണ്ടി ക്യാമറാമാൻ ജോണി, ജിതിൻ എന്നിവരോടൊപ്പം ഞാൻ മെബിൻ സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക് യു.